ഷാലോൺ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും മൈ ക്യാമ്പസിലേക്ക് സ്വാഗതം. അറിവിൻ്റെ ലോകത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പാണ് വിദ്യാഭ്യാസം. സ്വപ്നങ്ങളുടെ പറുദീസയിലേക്ക് നമ്മെ നയിക്കുന്ന, അവയെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ നമ്മെ സഹായിക്കുന്ന നമ്മുടെ കലാലയം മൈ ക്യാമ്പസ്. കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ദേവമാതാ കോളേജ് 1964 ആരംഭിക്കുന്നത്. പുരോഗതിയുടെ പാതയിൽ അതിദ്രുതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കോളേജിൽ 12 UG കോഴ്സുകളും 8 PG കോഴ്സുകളും 2 റിസർച്ച് സെൻ്ററുകളുമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1400ഓളം വിദ്യാർത്ഥികൾ ഈ കലാലയത്തിൽ പഠിക്കുന്നുണ്ട്. 60ഓളം സ്ഥിരം അധ്യാപകരും 39 ഗസ്റ്റ് അധ്യാപകരും ഇവിടെ പ്രവർത്തിക്കുന്നു. അനധ്യാപക വിഭാഗത്തിൽ 40 പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും വിദ്യാർത്ഥികളുടെയും സമ്പൂർണ്ണമായ സഹകരണം നമ്മുടെ കോളേജിനെ പുരോഗമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. UGC ധനസഹായത്തോടു കൂടിയ 3 ആഡ് ഓൺ കോഴ്സുകളും 8 സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഇവിടെയുണ്ട്. കഴിഞ്ഞ അക്കാദമിക് വർഷത്തിൽ ഓവറോൾ 10 A+ നേടി നമ്മുടെ കോളേജ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. Off your sorrows, put on your dancing shoes. Let me hear you. Take off your fears and take off your pain. Put on your robes of righteousness. Prove it. Forever and ever and ever he will reign. Take off your burdens, take off your sorrows, put on your dancing shoes. Let me hear you. Take off your fears and take off your pain. Put on your robes of righteousness. Prove it. ആയിരത്തി 1964 കുറവലങ്ങാട് ദേവമാതാ കോളേജ് ആരംഭിച്ചതിന് ശേഷം കഴിഞ്ഞ വർഷങ്ങളിലെ പഠനകാര്യത്തിലും ദേശീയ അംഗീകാരത്തിൻ്റെ കാര്യത്തിലും ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട്. 1999
UGCയുടെ വിഭാഗമായ നാക്കിൻ്റെ 3 സ്റ്റാർ പദവി ലഭിച്ചുവെങ്കിൽ പിന്നീട് 2011 നാക് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ A ഗ്രേഡ് പദവി ലഭിച്ചു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. IQAC ഇൻറ്റേർണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലിൻ്റെ കോർഡിനേറ്ററായ എന്നോടൊപ്പം ഇവിടെയുള്ള എല്ലാവരും മാനേജർ, പ്രിൻസിപ്പൾ, അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ ഒരുമിച്ച് സഹകരിച്ചതിൻ്റെ ഫലമാണ് ഈ A ഗ്രേഡ് പദവി ഈ കോളേജിൽ ലഭിച്ചത്. ഒപ്പം ഇൻ്റർനാഷണൽ ഏജൻസിയായ ദാസിൻ്റെ ISO സർട്ടിഫിക്കേഷനും ഈ സ്ഥാപനത്തിൽ ലഭിച്ചു. ഈയിടെ UGCയുടെ സെൻറ്റർ വിത്ത് പൊട്ടൻഷ്യൽ എക്സലൻസ് എന്ന പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനു വേണ്ടി കുറവലങ്ങാട് ദേവമാതാ കോളേജ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്നുള്ളതും ഏറെ അഭിമാനത്തോടു കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. എല്ലാ രീതിയിലും ഇന്ന് ഈ കോളേജ് ഒന്നിനൊന്ന് ഔന്നത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ, കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ, കാണിക്കയായി എൻ്റെ ജീവിതം നൽകാൻ കൂട്ടായി നീ എൻ്റെ കൂടെ വന്നിടവേ, കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ. കാലമേറെയായി ഞാൻ തിരഞ്ഞു തേടി എൻ്റെ കാലുകൾ കുഴഞ്ഞു ദേവഗീതരാഗമൊന്നറിഞ്ഞീടാ. കാലമേറെയായി ഞാൻ തിരഞ്ഞു തേടി എൻ്റെ കാലുകൾ കുഴഞ്ഞു ദേവഗീതരാഗമൊന്നറിഞ്ഞീടാ. ശ്രീയേശുവേ ഹിന്ദോളമായി പകരണമേ ശിരകളിൽ നീ സങ്കീർത്തനാരാഗങ്ങള ഈരാവു സാന്ദ്രഗാനലയം, കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ. ഭക്തജീവനിൽ പറന്നിറങ്ങി താപസൂര്യനാകിരിഞ്ഞു കത്തും വൃത്തിലിന്ന് തിങ്കളായുദിക്കേണം. ഭക്തജീവനിൽ പറന്നിറങ്ങി താപസൂര്യനാകിരിഞ്ഞു കത്തും വൃത്തിലിന്ന് തിങ്കളായുദിക്കേണം. ശ്രീയേശുവേ വിടരണമേ നറുപുഷ്പമായൻ കണ്ണാണു നീ, കാതാണു നീ, കരളാണു നീ, മോഹസുഖം കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ
ഇന്ത്യയിലെ സഭയുടെ ചരിത്രത്തിൽ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച ക്രൈസ്തവ സമൂഹങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം സ്ഥാപിതമായത് അതുപോലെ ഏറ്റവും പ്രമുഖമായതുമായ സമൂഹമാണ് കുറവലങ്ങാട് ക്രൈസ്തവ വിശ്വാസി സമൂഹം. കുറവലങ്ങാട് ക്രൈസ്തവ സമൂഹം AD 105 സ്ഥാപിതമായതായിട്ടാണ് പരമ്പരാഗതമായ വിശ്വാസം. ആദ്യ മില്ലേനിയത്തിൽ ലോകത്തിൽ ഒരിടത്ത് മാത്രമേ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതായിട്ട് അവകാശപ്പെടുന്നുള്ളൂ. അത് കുറവലങ്ങാടാണ്. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും ഇവിടുന്ന് കുടിയേറിയവരായിട്ടുള്ള ആളുകളുടെയും വിശ്വാസ പാരമ്പര്യമനുസരിച്ച് AD 335 പരിശുദ്ധ അമ്മ കുറവലങ്ങാട് ഒരുപറ്റം കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുകയും ആടുമേയിച്ചുകൊണ്ടിരുന്ന ആ കുട്ടികൾക്ക് കല്ലുകളെ അപ്പമാക്കി നൽകുകയും കുടിക്കുവാനായിട്ട് നീരുറവ കാട്ടിക്കൊടുക്കുകയും ചെയ്തു അത്രേ. ഈ കുട്ടികളെ അന്വേഷിച്ചു വന്ന മാതാപിതാക്കന്മാരോട് പരിശുദ്ധ അമ്മ ഇവിടെ ഒരു ദേവാലയം പണിയണമെന്ന് ആവശ്യപ്പെടുകയും നിലവിലുള്ള ദേവാലയത്തിൻ്റെ സ്ഥാനം അതിനായിട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഈ കുറവലങ്ങാട് പരമ്പരാഗതമായി തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പലതും പണ്ട് മുതലേ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. ഏതാണ്ട് 1.25 നൂറ്റാണ്ട് പിന്നിട്ട ഇവിടുത്തെ ബോയ്സ് ഹൈസ്കൂള് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ശ്രീ KR നാരായണനെ പോലുള്ളവർ അവിടെ പഠിച്ചതാണ് എന്നുള്ളത് സന്തോഷത്തോടെ നമ്മൾ ഓർക്കുന്നു. അതുപോലെ തന്നെ ഗേൾസ് ഹൈസ്കൂള്, 2 പ്രൈമറി സ്കൂളുകൾ ബോയ്സിനും ഗേൾസിനും വേണ്ടിയുള്ളത്. അതുകൂടാതെ ഒരു ഹയർ സെക്കൻഡറി സ്കൂള്, ഇപ്പോൾ ഏകദേശം 52 വർഷമായ നമ്മളുടെ ദേവമാതാ കോളേജ്. ദേവമാതാ കോളേജിനെ പറ്റി നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിവരണങ്ങൾ ഇതിനോടകം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അത് സ്ഥാപിച്ചത് ആദരണീയനായ അന്നത്തെ വികാരി ബഹുമാനപ്പെട്ട പോൾ ആലപ്പാട്ടച്ചനാണ്. അതിന് അന്നത്തെ പാലാരൂപത അധ്യക്ഷൻ, പ്രഥമ പാലാരൂപത മെത്രാൻ അഭിയുന്നിമാർ സെബാസ്റ്റ്യൻ വയൽ പിതാവ് എല്ലാ പിന്തുണയും നൽകിയുണ്ടായി. അത് 1964 ഏപ്രിൽ മാസം 3-ാം തീയതിയായിരുന്നു. പിന്നീട് 1968 ദേവമാതാ കോളേജ് കുറവലങ്ങാടിനെ ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജായിട്ട് ഉയർത്തുകയുണ്ടായി. ഇത്തരത്തിൽ ഈ പ്രദേശത്തെ ആളുകളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായിട്ട്, ഏറ്റവും പ്രത്യേകിച്ച് വൈക്കം താലൂക്കുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായിട്ട് ഈ കോളേജ് വലിയ സേവനമാണ് ചെയ്യുക. കോളേജ് സ്ഥിതി ചെയ്യുന്നത് മീനച്ചിൽ താലൂക്കിലാണെങ്കിലും നമ്മുടെ വൈക്കം, ചേർത്തല, തണ്ണീർമുക്കം പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന അനേകം കുട്ടികൾ ഇതുവഴി വിദ്യാഭ്യാസ യോഗ്യത നേടുകയും അവരതുവഴി ജീവിതത്തിൽ ഉന്നതമായ തലങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദേവമാതാ കോളേജിന് തുല്യം നമുക്ക് പറയാൻ പറ്റും പല കാരണങ്ങളാലും ദേവമാതാ കോളേജ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ദേവമാതാ കോളേജിന് മറ്റൊരു അംഗീകാരം കൂടി നേടാനായിട്ട് പരിശ്രമിക്കുകയാണ്. സെൻറ്റർ വിത്ത് പൊട്ടൻസി ഫോർ എക്സലൻസ് എന്നുള്ള പുതിയൊരു സ്ഥാനം കൂടി ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ അധ്യാപകരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സമൂഹവും. പരിശുദ്ധ മുത്തിയമ്മയുടെ പേരിലുള്ള ഈ കോളേജ്, അതുപോലെ ഈ ഫൊറോന ദേവാലയവും ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ള പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളുമായിട്ട് കുറവലങ്ങാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. വരും കാലങ്ങളിൽ അത് പൂർവാധികം ശക്തിയോടെ നമ്മൾ തുടരുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലേക്ക് അനുവദിച്ചിരിക്കുന്ന സയൻസ് സിറ്റിയുടെ ആസ്ഥാനം ഈ കുറവലങ്ങാട് കോളേജിനോട് വളരെ ചേർന്ന് കുറവലങ്ങാട് തന്നെ സ്ഥാപിതമാകുമ്പോൾ നമ്മൾ കാണുക വലിയ അനന്തമായിട്ടുള്ള സാധ്യതകളാണ്. അങ്ങനെ സാധ്യതകളുടെ ഒരു നിലവറയായിട്ടും കലവറയായിട്ടും ദേവമാതാ കോളേജിനെ ഉയർത്തുവാനുള്ള പരിശ്രമത്തിലാണ് കോളേജിൻ്റെ മാനേജ്മെൻറ്റും അധ്യാപക വൃന്ദവും അതുപോലെ വിദ്യാർത്ഥി സമൂഹവും. അതിനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നിത്യവചനം
സ്തുതിക്കുന്ന ദിവ്യവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പുതിയ ക്യാമ്പസ് വിശേഷങ്ങളുമായി അടുത്തയാഴ്ച കാണുന്നതുവരെ നന്ദി.